അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ദാവീദിനെ അനുസ്മരിക്കണമേ. അവന്റെ കഷ്ടതകൾ വിസ്മരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദാവീദിനെ അനുസ്മരിക്കണമേ. അവന്റെ കഷ്ടതകൾ വിസ്മരിക്കരുതേ. അവൻ കർത്താവിനോട് സത്യം ചെയ്തു. യാക്കോബിന്റെ ദൈവത്തിന് നേർച്ച നേർന്നു. യാക്കോബിന്റെ ദൈവത്തിന് കൂടാരവും കർത്താവിന് ആലയവും കണ്ടെത്തുന്നതുവരെ എന്റെ ഭവനത്തിൽ ഞാൻ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല. എന്റെ കണ്ണുകൾക്ക് ഞാൻ ഉറക്കം നൽകുകയില്ല. കൺപോളകൾക്ക് ഞാൻ മയക്കം കൊടുക്കുകയില്ല. അബ്സായിൽ കേട്ടതുപോലെ യാറിന്റെ വയലിൽ ഞങ്ങൾ പേടകം കണ്ടെത്തി. നമുക്ക് അവിടുത്തെ കൂടാരത്തിൽ പോകാം. അവിടുത്തെ പാദപീഠം വണങ്ങാം. കർത്താവേ, അങ്ങ് വിശ്രമസ്ഥലത്തേക്ക് എഴുന്നള്ളണമേ. അങ്ങയോടൊപ്പം അങ്ങയുടെ ശക്തിയുടെ പേടകവും അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും നീതിനിഷ്ഠർ മഹത്വവും അണിയട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ. കർത്താവ് ദാവീദിനോട് പ്രതിജ്ഞ ചെയ്തു. സത്യമായും അവിടുന്ന് അതിൽ നിന്ന് പിന്തിരിയുകയില്ല. നിന്റെ സന്താനങ്ങളിൽ ഒരുവനെ ഞാൻ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തും. നിന്റെ മക്കൾ എന്റെ ഉടമ്പടി പാലിക്കുകയും ഞാൻ പഠിപ്പിച്ച കൽപ്പന അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ അവരുടെ സന്തതികൾ ഇന്നുമെന്നും നിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടരാകും. കർത്താവ് സിഹിയോനിൽ സംപ്രീതനാണ്. അതിനെ തന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു. അതാണ് എന്നേക്കും എന്റെ വിശ്രമസ്ഥലം. അതു ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ ഞാൻ വസിക്കും. അവിടെയുള്ള നായാട്ടുകാരെ ഞാൻ അനുഗ്രഹിക്കും. അപ്പം കൊണ്ട് ദരിദ്രരെ സംതൃപ്തരാക്കും.
പുരോഹിതന്മാരെ രക്ഷയും നീതിനിഷ്ഠരെ മഹത്വവും അണിയിക്കും. അവിടെ ദാവീദിനായി ഞാനൊരു കൊമ്പുയർത്തും, അവന്റെ അഭിഷിക്തനായി ഒരു ദീപം കൊളുത്തും. അവന്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ധരിപ്പിക്കും, അവന്റെ മേൽ എന്റെ വിശുദ്ധി വർദ്ധമാനമാക്കും. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. അത് അഹ്റോന്റെ തലയിലും വസ്ത്രത്തിന്റെ വിളുമ്പുവരെ നീണ്ടുകിടക്കുന്ന താടിയിലും ഒഴുകിയിറങ്ങുന്ന തൈലം പോലെയാകുന്നു. അത് സിഹിയോൻ മലയിൽ പെയ്തിറങ്ങുന്ന ഹെർമോൻ മഞ്ഞ് പോലെയാകുന്നു. അവിടെ കർത്താവിന്റെ തിരുഹിത പ്രകാരം അനുഗ്രഹവും ജീവനും എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ ദാസരെ, രാത്രിയിൽ അവിടുത്തെ ഭവനത്തിൽ നിൽക്കുന്നവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. വിശുദ്ധ സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തി നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന്റെ നാമം പ്രകീർത്തിക്കുവിൻ, കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവമായ കർത്താവിന്റെ ഭവനത്തിലും അങ്കണത്തിലും നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. അവിടുത്തെ നാമം പാടി സ്തുതിക്കുവിൻ, അവിടുന്ന് മാധുര്യവാനാകുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തനിക്കായി യാക്കോബിനെയും തന്റെ ജനമായ ഇസ്രായേലിനെയും തിരഞ്ഞെടുത്തു. നമ്മുടെ നാഥനായ കർത്താവ് എല്ലാ ദേവന്മാരെയും കാൾ വലിയവനാണെന്ന് ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും കടലിലും അഗാധങ്ങളിലും തനിക്കിഷ്ടമുള്ളത് കർത്താവ് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യ്ക്കുന്നു, ഇടിമിന്നലുണ്ടാക്കുന്നു, അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ തുറന്നുവിടുന്നു. മിസ്രൈമിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു. മിസ്രൈമിൽ ഫറവോയുടെയും അവന്റെ സകല ദാസരുടെയും മേൽ തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് അയച്ചു. അവിടുന്ന് അനേകം ജനതകളെ പ്രഹരിച്ചു, ശക്തരായ രാജാക്കന്മാരെ വധിച്ചു. ആമോര രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും അവിടുന്ന് നശിപ്പിച്ചു. അവരുടെ ഭൂമി തന്റെ ജനമായ ഇസ്രായേലിന് അവകാശമായി നൽകി. കർത്താവേ, അങ്ങയുടെ നാമം എന്നേക്കും, അങ്ങയുടെ ഓർമ്മ തലമുറകളോളം. കർത്താവ് തന്റെ ജനത്തെ വിധിക്കുന്നു, തന്റെ ദാസരെ ആശ്വസിപ്പിക്കുന്നു. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, അവ മനുഷ്യനിർമ്മിതങ്ങളാണ്. വായുണ്ടെങ്കിലും അവ മിണ്ടുന്നില്ല, കണ്ണുകളുണ്ടെങ്കിലും കാണുന്നില്ല, കാതുകളുണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ല. അവ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അവയ്ക്ക് തുല്യരാണ്. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. അഹ്റോൻ വംശമേ, കർത്താവിനെ പുകഴ്ത്തുവിൻ. ലേവി ഗോത്രമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഓസ്ലേമിൽ വസിക്കുന്ന കർത്താവ് സിഹിയോനിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് വഴിയൊരുക്കുവിൻ, മണവാളനായി പാതയൊരുക്കാൻ. സ്നേഹിതനെന്നാൾ മുന്നേ വന്നു യോർദാൻ നദിയിൽ
നാഥനു വീതിയൊരുങ്ങി. അവൻ ദൈവപുത്രനാണെന്ന് ഞാൻ സാക്ഷ്യം നൽകുന്നു. യോഹന്നാനജനമധ്യത്തിൽ മിശിഹാനാഥനു സാക്ഷ്യം നൽകി. ജനപദമഖിലം കാത്തുവസിക്കും രക്ഷകനീശോ മിശിഹായല്ലോ. മാനവ പാപം ചുമലിൽ താങ്ങും ദൈവികമേക്ഷവും അവനാണെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹാ നൽകിയ കൽപ്പനയെല്ലാം പാലിച്ചവനിൽ ദൃഢവിശ്വാസം അർപ്പിച്ചിടും നരരീനാഥൻ. ദൈവാത്മാവിനാലയമാക്കും ദത്തവകാശസുതന്മാരാക്കി വലതുവശത്തായി അണിചേർത്തിയിടും. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, എത്ര നാൾ അങ്ങ് വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ വിസ്മരിക്കും? എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും? എത്ര നാൾ അങ്ങ് എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും? എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും? ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാനവരെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട്
എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രക്ഷകനേ നിന്ദാസരണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ നീ. ദുഷ്ടനൊരുക്കും പാപക്കെണികൾ നീക്കാൻ തുണ നീ നൽകിയിടണമേ. ദുർബലരാകും ഞങ്ങൾക്കെന്നും ദൈവികമാമ്പലമേകിയിടണമേ. അഗതിക്കഭയം കർത്താവേ നീ പ്രത്യാശയ്ക്കും ഉറവിടമല്ലോ. അനവരതം സ്തുതി പാടി നമിക്കാൻ കനിവിന്നാഥാ കൃപയേകണമേ. ദാസരണയ്ക്കും സജ്ജീതികളിൽ നിന്നുടെ പ്രീതി ചൊരിഞ്ഞിടണമേ. നിന്നുടെ ആഗമസുദിനത്തിൽ നീ വരവേൽപ്പിനായി യോഗ്യതയേകൂ. താതനും അതുപോൽ സുതനും പാവനറൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും
നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്